മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എൻ്റെ ജീവിതത്തിലെ അന്വേഷണങ്ങളിലൂടെ പോകുമ്പോൾ ഒരു വിഷയം എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിരുന്നു. സെന്റ് തോമസ് ഇവിടെ വന്നു, കുറേ നമ്പൂതിരിമാരെ കൺവേർട്ട് ചെയ്തു എന്ന സത്യവിരുദ്ധമായിട്ടുള്ള കഥകൾ പ്രചരിപ്പിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ക്രൈസ്തവർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ക്രൈസ്തവരുടെ ദേവാലയങ്ങളിലൂടെ അതിൻ്റെ മുമ്പിൽ കൂടെയൊക്കെ പോകുമ്പോൾ ഞാൻ ഇന്നും ചിന്തിക്കാറുണ്ട്, ഇവരുടെ പുണ്യവാളന്മാരെല്ലാം യൂറോപ്യന്മാരോ അമേരിക്കക്കാരോ ഇംഗ്ലണ്ടുകാരോ ആണ്, എല്ലാം സായിപ്പന്മാരാണ്. സെന്റ് ജോർജ് എടുത്താലും, അല്ലെങ്കിൽ സെയിന്റ് ഫ്രാൻസിസ് സേവിയർ പോർച്ചുഗീസുകാരനാണ്, സെയിന്റ് വാലന്റൈൻ എടുത്താലും എല്ലാവരും അവിടത്തുകാരാണ്. അതുകൊണ്ട് ശരിക്ക് ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ക്രിസ്ത്യാനികൾ ഇങ്ങനെ ഈ സായിപ്പന്മാരുടെ വേഷത്തിൽ നിൽക്കുന്ന സെന്റ് ആന്റണിയുടെ ഒക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇവരുടെ മനസ്സിലൊരു ഭാരതീയ ചിന്ത വരാൻ സാധിക്കുമോ? സായിപ്പന്മാരുടെ മുമ്പിലല്ലേ നിൽക്കുന്നത്. നമ്മളെ ഭരിച്ചു മുടിച്ച ഒരു വിഭാഗം, അത് ഫ്രഞ്ചുകാരായാലും പോർച്ചുഗീസുകാരായാലും സ്പെയിൻകാരായാലും ഇംഗ്ലീഷുകാരായാലും, ആ പുണ്യവാളന്മാരുടെ അടുത്താണ് ഇവർ പ്രാർത്ഥിക്കാറുള്ളത്, മെഴുകുതിരിയൊക്കെ കൊത്തിച്ചു വെച്ചിട്ട്. നമ്മുടെ സംസ്കാരവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ. ഞാൻ ആലോചിച്ചു, ഇന്ത്യക്കാരായിട്ടുള്ള പുണ്യവാളന്മാരില്ലേ? അതിനെനിക്ക് മറുപടി കിട്ടിയത് ഞാൻ ഒരു ഹിന്ദുമത സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോഴാണ്. യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ പുണ്യവാളന്മാരെല്ലാം പാശ്ചാത്യരാണ്. അവരോടുള്ള ബഹുമാനവും ആദരവും ലോകമെമ്പാടും കുറഞ്ഞ് ഇല്ലാതെയായി വരുന്നു. എല്ലായിടത്തുള്ള ജനങ്ങളും, ആഫ്രിക്കക്കാരായാലും ഇന്ത്യക്കാരായാലും ചൈനക്കാരായാലും ഫാർ ഈസ്റ്റേൺ രാജ്യത്തിലുള്ള ആൾക്കാരായാലും, അവരെല്ലാം ഈ വിദേശത്തെ പുണ്യവാളന്മാരെ എന്തിനാ പൂജിക്കുന്നതെന്ന് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. വിദേശികളെ എന്തിനാണ് അവരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നത്? അവരെ എന്ത് മഹത്വം ചെയ്തിട്ടാണ്? ഇപ്പൊ സെയിന്റ് ഫ്രാൻസിസ് സേവിയറോ സെന്റ് ജോർജോ വാലന്റൈനോ സെന്റ് ജോസഫോ സെന്റ് മേരിയോ ഒക്കെ എടുത്താൽ, സെയിന്റ് മേരി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ അമ്മയായിരുന്നു. അവർ തന്നെ ഓട്ടോമാറ്റിക്കലി സെയിന്റ് ആയതാ. നമ്മുടെ ശ്രീകൃഷ്ണന്റെ അമ്മ ദേവകി ഓട്ടോമാറ്റിക്കലി സെയിന്റ് ആയിട്ടില്ല. ദേവകിക്ക് അമ്പലമൊന്നുമില്ല, യശോദയ്ക്കും അമ്പലമില്ല, വസുദേവർക്കും അമ്പലമില്ല. ഒരു വ്യക്തിക്ക് ജന്മം നൽകി എന്നുള്ളത് കൊണ്ട് ഒരാൾ തന്നെ പുണ്യവാളത്തി ആവില്ല. ജോസഫ് ആണെങ്കിൽ യേശുക്രിസ്തുവിന്റെ അച്ഛനേ അല്ല, യേശുക്രിസ്തുവിന്റെ അച്ഛൻ വേറൊരു പാർട്ടിയാണ്, അപ്പൊ സെന്റ് ജോസഫായി. വാലന്റൈൻ പ്രേമത്തിന് വേണ്ടി നിന്ന ആളാണ്, അയാൾ പുണ്യവാളനായി. രാജാവിന്റെ മകളെ ഒരു പാമ്പിൽ നിന്ന് രക്ഷിച്ചതാണ് ജോർജ്, അയാൾ പുണ്യവാളനായി. ഫ്രാൻസിസ് സേവിയർ 10,40,000 ഹിന്ദുക്കളെ കൊന്ന് 1400ഓളം അമ്പലം താക്കിയിട്ട് പള്ളിയിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പോലെ യഹോവയുടെ നിർദ്ദേശപ്രകാരം കൊലവിളിച്ച് മതപരിവർത്തനം നടത്തിയ ആളാണ്. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറെ ആത്മീയമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പള്ളിക്ക് വേണ്ടി ബൈബിളിന് വേണ്ടി പ്രവർത്തിച്ചു. അവരെല്ലാവരുടെയും മുമ്പിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഈ ഹിന്ദുക്കളായിരുന്ന ഭാരതത്തിലെ ക്രിസ്ത്യാനികൾക്ക് തോന്നില്ലേ, നമ്മളെന്തിനാ ഈ സായിപ്പന്മാരുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതെന്ന്? അങ്ങനെ തോന്നുന്നതിന് മുമ്പ് എടുത്തൊരു തീരുമാനമാണ്. അതായത് വിദേശ പുണ്യവാളന്മാരോട് ഭാരതീയർക്ക് എതിർപ്പ് തോന്നുന്നതിന് മുമ്പ് അങ്ങനെ ഒരു കാറ്റഗറിയെ ഭാരതത്തിൽ വളർത്താം. ഭാരതത്തിലെ പുണ്യവാളന്മാര് ഭാരതീയർക്ക്, ചൈനയിലെ പുണ്യവാളന്മാര് ചൈനക്കാർക്ക്, മലേഷ്യയിലെ പുണ്യവാളന്മാര് മലേഷ്യക്കാർക്ക്, അങ്ങനെ ഒരു വിചിത്രമായിട്ടുള്ള പുണ്യവാളത്വ സൃഷ്ടി നടത്താം. അതിൻ്റെ പരിണത ഫലമാണ് ഒരിക്കലും അറിയപ്പെടാതിരുന്ന ഞാൻ പല പ്രാവശ്യം പറഞ്ഞത്, ഭ്രാന്തിയാണെന്ന് പറഞ്ഞ് പള്ളിക്കാർ വീട്ടിൽ തടങ്കലിൽ വെച്ചിരുന്ന ഈ അൽഫോൻസാമ്മയെ പിടിച്ച് അവരുടെ 60ാം മരണവാർഷികത്തിന് അവരെ പുണ്യവാളത്തിയാക്കിയത്. അവരെന്താ പുണ്യവാളത്തിയാകാൻ പാകത്തിൽ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, അത് തന്നെ. അതുപോലെ യേഹു പ്രാസ്യാമ ഒരാളും കേട്ടിരിക്കാൻ സാധ്യതയില്ല, അവരെ പുണ്യവാളത്തിയാക്കി. കാരണം ഇത് നമ്മൾ പറയുന്ന മെയ്ക്ക് ഇൻ ഇന്ത്യ, ക്രിയേറ്റ് പുണ്യവാളാസ് ഇൻ ഇന്ത്യ. മെയ്ക്ക് ഇൻ ഇന്ത്യ ആണ് പുണ്യവാളന്മാരെ. ഇനി വിദേശത്തെ പുണ്യവാളന്മാർ വേണ്ട, പുണ്യവാളത്തിമാര് വേണ്ട, ഇന്ത്യക്കാരുടെ പുണ്യവാളത്തിമാരും. അങ്ങനെയാണ് കുര്യാക്കോസ് ചാവറയച്ചനെ പിടിച്ചു പുണ്യവാളനാക്കിയത്.
ഇനി കന്യാകുമാരി ജില്ലയിൽ കുറെ നായന്മാരുണ്ട്. ആ നായന്മാരെ ചാക്കിട്ട് ക്രിസ്ത്യാനികളാക്കാൻ വേണ്ടിയിട്ടാണ് അവിടുത്തെ ഒരു ഹിന്ദുവിനെ, ഒരു പിള്ളയെ പിടിച്ചിട്ട്, നീലകണ്ഠ പിള്ളയാണെന്ന് തോന്നണം, അയാളെ പിടിച്ച് പുണ്യവാളനാക്കിയത്. ബെനഡിക്ഷൻ ഒക്കെ നടത്തി അയാളെ വാഴ്ത്തപ്പെട്ടവനാക്കി. ഇനി കുറച്ച് കഴിഞ്ഞാൽ പുണ്യവാളനാക്കും. ഇവരൊക്കെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തില്ല. നമ്മുടെ കാര്യത്തില് ശങ്കരാചാര്യര് ഭഗവാനല്ല, തന്നെത്താനെ ശരിക്കും പറഞ്ഞ സർവജ്ഞപീഠം കേറി പഠിച്ചത്. വേറൊരാള് ശങ്കരാചാര്യർക്കൊരു അവാർഡ് കൊടുത്തിട്ട് ആ സ്ഥാനം കൊടുത്തതല്ല. നാരായണ ഗുരുദേവന് പുറത്തു നിന്നുള്ള ഒരാള് ഒരു ജഗദ്ഗുരുവായിട്ട് പ്രഖ്യാപിച്ചതല്ല. ഇത് ഇന്ത്യയിലെ ഒരു പാപിയെ വത്തിക്കാനിലെ വേറൊരു പാപി പുണ്യവാളനായിട്ട് പ്രഖ്യാപിക്കുന്ന -*** എന്ന തിയറിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് അൽഫോൺസാമ എന്ന മനുഷ്യ സ്ത്രീയായ പാപിയെ വത്തിക്കാനിലെ പോപ്പ്, ഇപ്പൊ പോപ്പുമാരൊക്കെ ടെമ്പററിയാ, പഞ്ചവത്സര പദ്ധതി മാതിരിയാ, കുറച്ചു കാലം പോപ്പായിട്ടിരിക്കും. ക്ഷീണിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന പാപത്തെക്കുറിച്ച് ഓർത്തിട്ടോ മറ്റോ ആണ്, പിന്നെ അവർ രാജിവെച്ചു പോകും. അപ്പോൾ ഓർഡിനറി മനുഷ്യരായി. ഈ ഓർഡിനറി മനുഷ്യരായവർ വേറെ ഓർഡിനറി മനുഷ്യനെ എക്സ്ട്രാ ഓർഡിനറി മനുഷ്യനാക്കുന്ന ഒരു സിസ്റ്റം. നമ്മുടെ രമണ മഹർഷിയെ ആരെങ്കിലും വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചതല്ല, ചട്ടമ്പി സ്വാമികളെ വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചതല്ല, വിവേകാനന്ദനെയോ രാമകൃഷ്ണ പരമഹംസരെയോ അല്ലെങ്കിൽ രാഘവേന്ദ്രനോ ഒന്നും ആരെങ്കിലും വാഴ്ത്തപ്പെട്ടവനായിട്ട് പ്രഖ്യാപിച്ചവരല്ല. അവരാരും ഒരു വിഭാഗത്തിൻ്റെതുമല്ല. ആർക്കെങ്കിലും അവരൊരു വിഭാഗത്തിൻ്റെതാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും എല്ലാവരുടേതുമാണ് ഋഷിവര്യന്മാര്. ഒരാൾ മറ്റേ ആളെ ഉയർത്തി കാണിച്ചിട്ട് പ്രൊജക്റ്റ് ചെയ്യലല്ല. അപ്പൊ ശരിക്ക് ഇനിയിപ്പോ ബ്രൗണീസ്, അതായത് ബ്രൗണീസ് എന്ന് വെച്ചാൽ ഇന്ത്യക്കാരാണ്, ബ്രൗൺ തൊലിയുള്ളവരെ വാഴ്ത്തപ്പെട്ടവരും പുണ്യവാളനും ഒക്കെ ആക്കുന്നത് യഥാർത്ഥത്തില് നമ്മുടെ ആലഞ്ചേരി തമ്പ്രാക്കള് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് കർദിനാള്. ആലഞ്ചേരി കർദിനാള് പറഞ്ഞ പോലെ ഞങ്ങള് ഭാരതീയ സംസ്കാരത്തെ മാറോട് ചേർത്ത് കൊടിമരത്തെ ക്രൈസ്തവവൽക്കരിച്ചു, നിലവിളക്കിനെ ക്രൈസ്തവവൽക്കരിച്ചു, കൽവിളക്കിനെ ക്രൈസ്തവവൽക്കരിച്ചു, കാവിമുണ്ടിനെ ക്രൈസ്തവവൽക്കരിച്ചു, രുദ്രാക്ഷത്തെ ക്രൈസ്തവവൽക്കരിച്ചു, പൂക്കളത്തെ ക്രൈസ്തവവൽക്കരിച്ചു, വിഷുക്കണിയെ ക്രൈസ്തവവൽക്കരിച്ചു, വിദ്യാരംഭത്തെ ക്രൈസ്തവവൽക്കരിച്ചു. അങ്ങനെ ക്രൈസ്തവവൽക്കരിക്കുന്നതിനിടയ്ക്ക് ഭാരതത്തെ മുഴുവനും ക്രൈസ്തവവൽക്കരിക്കാൻ ഭാരതത്തിലെ പുണ്യവാളന്മാരെ സൃഷ്ടിക്കുക, ഇൻഡിജിനൈസേഷൻ, മേക്ക് ഇൻ ഇന്ത്യ, അടിപൊളി പരിപാടിയാണ്. അതാണ് മിനിഞ്ഞാന്ന് എനിക്ക് കിട്ടിയ ഉത്തരം. അതായത് പാശ്ചാത്യ പുണ്യവാളന്മാരുടെ തനി നിറം കേരളത്തിലെ ജനത മനസ്സിലാക്കിയാൽ, ഭാരതത്തിലെ ജനത മനസ്സിലാക്കിയാൽ, ഈ സായിപ്പന്മാരുടെയും മദാമ്മമാരുടെയും മുമ്പിൽ പ്രാർത്ഥിക്കൽ നിർത്തിയാൽ എന്തു ചെയ്യും? അതേപോലെ തന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. യേശുക്രിസ്തുവിനെ ആണിയടിച്ച കുരിശ് ആരാധിക്കരുത്, ദൈവപുത്രനായ യേശുവിൻ്റെ ചോര വീഞ്ഞായിട്ട് കുടിക്കരുത്, ശരീരം അപ്പമായിട്ട് കഴിക്കരുത് എന്ന് ഞാൻ നിരന്തരം പറയാറുള്ളത് കുറെ ക്രിസ്ത്യാനികളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്ര ക്രിസ്ത്യാനികൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നറിയോ? സാറേ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, സാറ് പറഞ്ഞത് കുറേ അധികം ശരിയാണ്, ഞങ്ങളിതൊന്നും ചിന്തിക്കാറില്ല. ഞാൻ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഈ പുത്തരിക്കണ്ടത്ത് നടക്കുന്ന സുവിശേഷം ഒന്ന് കേൾക്കണം. ഇന്നലെ പുത്തരിക്കണ്ടത്ത്, തിരുവനന്തപുരത്തെ ഈസ്റ്റ് ഫോർട്ടിലുള്ള പുത്തരിക്കണ്ടത്ത് ഉറക്കെ ഒരാൾ വിളിച്ചു കൂവാണ്, ഭ്രാന്തനെ പോലെ. ശരിക്ക് ദൂരെ മാറി നിന്ന് കുറെ ഹിന്ദുക്കൾ അത് കേട്ടാല് അറിയാതെ കൂവി പോവും. ദൈവത്തിന്റെ പേരില് ഞാൻ മിനിസ്ട്രിയിലുള്ളവനാണ്, ഞാൻ മിനിസ്ട്രിയിലുള്ളവനാണ്, മിനിസ്ട്രിയിലുള്ളവനാണ്, മിനിസ്ട്രിയിലുള്ളവന് മാത്രമേ ദൈവരാജ്യമുള്ളൂ, മിനിസ്ട്രിയിലുള്ളവന് മാത്രമേ ദൈവരാജ്യമുള്ളൂ. നിങ്ങൾ ഹല്ലേലൂയ പറയുക, മിനിസ്ട്രിയിലുള്ളവർ മാത്രം ഹല്ലേലൂയ പറയുക, ഹല്ലേലൂയ പറയുക, മിനിസ്ട്രിയിലുള്ളവർ മാത്രം. ഇത് തനി വട്ട് എന്ന് പറഞ്ഞാൽ ഭ്രാന്ത്. പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇടണ്ട ഒരു ഗ്രൂപ്പിന്റെ സുവിശേഷമൊക്കെ കേട്ട് കുറെ കഴിയുമ്പോഴെങ്കിലും ആൾക്കാർ തിരിച്ചറിയില്ല ഈ മണ്ടത്തരം വിളിച്ചു പറയുന്നതൊക്കെ. മിനിസ്ട്രിയിലുള്ളവരോട് യേശുക്രിസ്തു ഇല്ല, യഹോവയില്ല, ബൈബിളിൽ ഒരു മണ്ണാങ്കട്ടിയില്ല, മിനിസ്ട്രി 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 എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാം. എന്നാൽ കയ്യും കാലും ഉയർത്തി അയാൾ കാണിക്കുന്ന കോപ്രായത്തരം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുത്ത് നമുക്ക് ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തോന്നും, ഇതെങ്ങനെയാണ് കാണിക്കുന്നതെന്ന്. ലോകത്തിലെ 122 രാജ്യങ്ങളിലുള്ള മതത്തിന്റെ പേക്കൂത്തുകൾ കാണണമെങ്കിൽ പുത്തരിക്കണ്ടത്തേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ മരിച്ചവൻ, ഒരു കുട്ടി മരിച്ചു എന്ന് പറഞ്ഞ് കൊണ്ടുവരിക, 5 മിനിറ്റിനകം പ്രാർത്ഥിച്ച് ജീവിപ്പിക്കുക. അവൻ തന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മരിക്കും, അവനെ വീണ്ടും ജനിപ്പിക്കും. കുറച്ച് കഴിഞ്ഞാൽ അവൻ മുടന്തനാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ മുടന്ത് പോകും. കുറച്ച് കഴിഞ്ഞാൽ അവൻ ബധിരനാവും, കുറച്ച് കഴിഞ്ഞാൽ ബധിരം പോകും, ബധിരത്വം പോകും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മതത്തിന്റെ
സത്യാവസ്ഥ ജനങ്ങൾ കുറച്ച് കഴിഞ്ഞ് അറിയുമ്പോൾ അപ്പോൾ പിന്നെ എന്താ, തൽക്കാലം യേശുവിനെ മാറ്റിവെക്കുക, അല്ലെങ്കിൽ കുരിശ് മാറ്റിവെക്കുക, യഹോവയെ മാറ്റിവെക്കുക, ഭാരതത്തിലെ പുണ്യവാളന്മാരെ ഫോക്കസ് ചെയ്തിട്ട് മതം വളർത്താനുള്ള ഒരു അടിപൊളി പരിപാടിയായിട്ട് പോപ്പ് പറഞ്ഞ പോലെ 3-ാം സഹസ്രാബ്ദം ഭാരതത്തെയും ചൈനയെയും മതം മാറ്റാനുള്ള ഒരു മഹാദുരുപയോഗ യജ്ഞം നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ അൽഫോൺസാമ്മ, ഈവു പ്രാസ്യാമ്മ. ഇനി നിങ്ങളാരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് പുണ്യവാളനാവാൻ സാധിക്കും. നമ്മുടെ മന്ത്രിമാരോടോ ധനകാര്യമന്ത്രിയോടോ PC ജോർജിനോടോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പുണ്യവാളനാകാൻ വളരെ എളുപ്പമാണ്. ഒരു ബുദ്ധിമുട്ടില്ല, മരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന നിങ്ങളെ പ്രാർത്ഥിച്ചാൽ ആൾദൈവം എന്ന് പറഞ്ഞുകളയും. മരിച്ച അടുത്ത ദിവസം പുണ്യവാളനാക്കി. ലോകത്തിലെ ആദ്യത്തെ ആൾദൈവം യേശുക്രിസ്തുവാണ്. ഞാൻ തന്നെ ദൈവവും ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ ദൈവപുത്രനും എന്ന് ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞ പാർട്ടിയാണ് യേശുക്രിസ്തു. അത് ഒന്നാമത്തെ ആൾദൈവം. പിന്നെ ഉള്ള പുണ്യവാളന്മാരൊക്കെ ആൾദൈവങ്ങളാണ്. ഏതായാലും ശങ്കരാചാര്യരുടെ അമ്പലം ഉണ്ടാക്കിയിട്ട് നമ്മൾ തൊഴാറുണ്ടെങ്കിലും ദൈവമായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടില്ല. എനിക്ക് വേണ്ടി അല്ലയോ ശങ്കരാചാര്യരെ പ്രാർത്ഥിക്കണമേ എന്ന് പറയും മധ്യസ്ഥനായിട്ടൊന്നും ശങ്കരാചാര്യരെയോ വിവേകാനന്ദനെയോ രമണ മഹർഷിയെയോ നമ്മൾ ശാരദാദേവിയെയോ ഒന്നും വെച്ചിട്ടില്ല. മധ്യസ്ഥ പെരുന്നാളെന്ന് കേട്ടിട്ടില്ല. എനിക്കും ദൈവത്തിനും ഇടയ്ക്കുള്ള ആൾദൈവങ്ങളാണ് ഈ പുണ്യവാളന്മാരെല്ലാം. പക്ഷെ ഒരു കണ്ടീഷൻ, പുണ്യവാളനാവണമെങ്കിൽ മരിക്കണം. അപ്പം നിങ്ങൾക്ക് പുണ്യവാളനാണെങ്കിൽ ആദ്യം മരിക്കുക, എന്നിട്ട് കുറേ അത്ഭുതങ്ങൾ കാണിക്കുക, ആരുടെയെങ്കിലും വയറുവേദനയൊക്കെ മാറ്റി, തലവേദന മാറ്റി, ഗുളിക കഴിച്ചാലൊന്നും കുഴപ്പമില്ല, കഴിച്ചൊന്നും പറയരുതെന്ന് മാത്രം. ഇങ്ങനെയുള്ള ബ്രൗണി ദേവതമാര്, ബ്രൗണി പുണ്യവാളന്മാരും പുണ്യവാളത്തിമാരും വരാൻ കാരണം ഭാരതവൽക്കരണത്തിന്റെ ഭാഗമാണെന്ന് മിനിങ്ങാന്ന് മനസ്സിലായി. അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. പ്രണാമം, നമസ്കാരം.